തീർച്ചയായും കണ്ടിരിക്കേണ്ട സൈഫൈ സിനിമകളെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ ആക്ഷൻ സിനിമകളെയും ആനിമേറ്റഡ് സിനിമകളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോകളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 5 സൈഫൈ സിനിമകളിലെ ആദ്യത്തേത് സോഴ്സ് കോഡ്. 2011 പുറത്തിറങ്ങിയ ഒരു മികച്ച സൈഫൈ സിനിമയാണ് സോഴ്സ് കോഡ്. ജേക്ക് ജില്ലൻഹാളിനെ നായകനാക്കി ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡങ്കൻ ജോൺസ് ആണ്. US ആർമിയുടെ പൈലറ്റായ നായകൻ ചെറിയൊരു മയക്കത്തിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് താൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായാണ്. താൻ എങ്ങനെ ഈ ട്രെയിനിൽ എത്തിപ്പെട്ടു, തനിക്കെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ നായകൻ നടത്തുന്ന ശ്രമങ്ങളും ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരുപാട് നല്ല ട്വിസ്റ്റുകളോടുകൂടി വളരെ ത്രില്ലിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് സോഴ്സ് കോഡ്. രണ്ടാമത്തേത് റെഡി പ്ലെയർ വൺ. ഇതേ പേരിലുള്ള ഒരു നോവലിനെ ആസ്പദമാക്കി സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ സിനിമയാണിത്. 2045 റിയൽ വേൾഡിലെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ദി ഒയാസിസ് എന്ന വെർച്വൽ റിയാലിറ്റി ഗെയിം ഉപയോഗിക്കുന്നു. അത് മനുഷ്യരെ അവർക്കിഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഈ ഗെയിമിന്റെ അടുത്ത അവകാശിയെ കണ്ടെത്തുന്നതിനായി ഇതിന്റെ ക്രിയേറ്റർ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്നതിനായി നായകനും ഫ്രണ്ട്സും ചേർന്ന് ശ്രമിക്കുന്നതാണ് സിനിമയുടെ കഥ. കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു സിനിമയാണത്. മൂന്നാമത്തേത് സ്നോ പിയേഴ്സർ. ബോങ് ജൂൺ ഹോയുടെ സംവിധാനത്തിൽ 2013 പുറത്തിറങ്ങിയ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമയാണ് സ്നോ പിയേഴ്സർ. ആഗോളതാപനത്തെ ചെറുക്കാനായി നടത്തിയ ഒരു പരീക്ഷണത്തിൽ ലോകം മുഴുവൻ തണുത്തുറഞ്ഞു പോകുന്നു. ലോകത്തെ ചുറ്റുന്ന ഒരു ട്രെയിനിലാണ് രക്ഷപ്പെട്ട കുറച്ച് മനുഷ്യർ ഇപ്പോൾ ജീവിക്കുന്നത്. ആ ട്രെയിനിൽ മുന്നിലുള്ളവർ പണക്കാരും പിറകിലുള്ളവർ പാവപ്പെട്ടവരും എന്ന രീതിയിൽ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. പണക്കാരുടെ ചൂഷണങ്ങളും പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകളും അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. നാലാമത്തേത് കോമ. ഇത് 2019 പുറത്തിറങ്ങിയ ഒരു റഷ്യൻ സിനിമയാണ്. ആർക്കിടെക്റ്റായ നായകൻ ഒരു അപകടത്തിൽപ്പെട്ട് കോമയിലാകുന്നു. ഈ കോമ സ്റ്റേജിനെ പുതിയൊരു വേൾഡായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ആ വേൾഡിൽ നിന്നും രക്ഷപ്പെട്ട് നായകന് റിയൽ വേൾഡിൽ എത്തിപ്പെടാൻ സാധിക്കുമോ എന്നാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ആ വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നാലേ നായകന് റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. മാത്രമല്ല ആ വേൾഡിൽ നായകനെ പോലെ കോമയിലായ മറ്റാളുകളുമുണ്ട്. കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമായ ഒരു പ്ലോട്ടായി തോന്നും. അതുപോലെ തന്നെയാണ് ഇതിലെ വിഷ്വൽസും ഗംഭീരമാണ്. ആക്ഷൻ സീക്വൻസുകൾക്കും കുറവില്ല. മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഫൈ സിനിമ തന്നെയാണിത്. ഇനി അഞ്ചാമത്തേത് ഏലിയനോട്ട് പാർട്ട് 1 ഉം 2. പ്രശസ്ത കൊറിയൻ സംവിധായകൻ ഡോങ് ഹുൻ ചോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണിത്. ആദ്യ സിനിമയായ ഏലിയനോട്ട് 2022 രണ്ടാമത്തെ സിനിമയായ ഏലിയനോട്ട് റിട്ടേൺ ടു ദ ഫ്യൂച്ചർ ഈ വർഷം 2024 പുറത്തിറങ്ങിയത്. നിങ്ങൾ ചിന്തിച്ചതുപോലെ ഏലിയനും മനുഷ്യരുമാണ് സിനിമയുടെ വിഷയം. ബട്ട് അതിനെ കോമഡിയും ആക്ഷനും അഡ്വഞ്ചറും ടൈം ട്രാവലും ഫാന്റസിയും ഒക്കെ ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ജോണറുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണത്. നല്ല VFXും നല്ല ആക്ഷൻ സീക്വൻസുകളും ട്വിസ്റ്റുകളുമുള്ള നല്ലൊരു സൈഫൈ സിനിമയാണത്. കണ്ടു നോക്കുക. ഈ പറഞ്ഞ 5 സിനിമകളും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.